നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. H1N1 രോഗം വന്ന് ഒരാൾ മരിച്ചൊരു സാഹചര്യം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ H1N1നെ കരുതിയിരിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ DS അനീഷാണ്. നിപ്പ ഉൾപ്പെടെ മഹാമാരികളാകാൻ സാധ്യതയുള്ള രോഗാണുബാധകളെ പ്രതിരോധിക്കുന്നതിനായി കേരള സർക്കാർ പുതുതായി ആരംഭിച്ചിരിക്കുന്ന കേരള 1 ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് ആൻഡ് റെസിലിയൻസിന്റെ നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, H1N1 ഒരു ഭീതി പരത്തുന്ന രോഗമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഈ രോഗത്തെ കരുതിയിരിക്കേണ്ടതിന്റെ അത്യാവശ്യത്തെക്കുറിച്ചും എന്താണ് H1N1 എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ലോകത്ത് മഹാമാരികളായിട്ട് മാറാൻ സാധ്യത കൽപ്പിക്കുന്ന പലതരത്തിലുള്ള വൈറസുകളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ രോഗങ്ങളാണ്. ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ്. ഇൻഫ്ലുവൻസ കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കൊറോണ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾക്കാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ ആ ഒരു ശ്രേണിയിൽ നമ്മൾ വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിപ്പ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ആ ഒരു ശ്രേണിയിലേക്ക് വരും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം മഹാമാരികൾ ഉണ്ടായിട്ടുള്ളത് വൈറൽ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഇൻഫ്ലുവൻസ എന്ന രോഗം മൂലമാണ്. അതിൽ തന്നെ മനുഷ്യന്റെ ചരിത്രത്തിൽ നമുക്കിപ്പോൾ കാണാവുന്ന ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ ബാധ 1914-നും 18-നും ഇടയിൽ ഉണ്ടായിട്ടുള്ള സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ ബാധയാണ്. അന്ന് ജീവിച്ചിരുന്ന ജനസംഖ്യയിൽ ഒരു 5% ആളുകളെ അത് കൊന്നുകളഞ്ഞിരുന്നു. ഈ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന വൈറസുകൾക്ക് പേരിടുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. ആ വൈറസിന്റെ പുറംപാളിയിലുള്ള 2 തരം പ്രോട്ടീനുകളുടെ പേരാണ് ഇതിന് പേരിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് H എന്ന് പറയുന്നത് ഹ്യൂമാരിൻഡേസും N എന്ന് പറയുന്നത് ന്യൂറാമിനിഡേസുമാണ്. അപ്പൊ ഈ Hഉം Nഉം ഈ 2 പ്രോട്ടീനുകളുടെ പേര് വെച്ചിട്ടാണ് ഇൻഫ്ലുവൻസകൾക്ക് പേരിടുന്നത്. അതിൽ 1918 ഇൻഫ്ലുവൻസ ബാധയ്ക്ക് കാരണമായിട്ടുള്ളത് H1N1 എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇൻഫ്ലുവൻസ ബാധയായിരുന്നു. അതിന്റെ ഒരു വകഭേദമാണ് 2009 മുതൽ 2009 മെക്സിക്കോയിൽ നിന്ന് തുടങ്ങി ലോകത്തെമ്പാടും ഇപ്പൊ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ പറയുന്ന H1N1. അതായത് ഇത് അത്ര ഒരു പാവപ്പെട്ട രോഗമല്ല. ഒരു കാലത്തൊരു മഹാമാരിയായി മാറിയ രോഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ ഭീതി ഉയർത്തുന്ന പക്ഷിപ്പനി എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു രോഗം. പക്ഷിപ്പനിയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വൈറസിൽ വളരെ വിവിധങ്ങളായിട്ടുള്ള ജനിതക വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത് H5N1 എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസയാണ്. അതായത് ഒരു കൂട്ടം ഇൻഫ്ലുവൻസകളാണ് ഏറ്റവും കൂടുതൽ മഹാമാരികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ആ കൂട്ടത്തിൽ 2009 പൊട്ടിപ്പുറപ്പെട്ട ഒരു മഹാമാരിക്ക് സമാനമായിട്ടുള്ള രോഗമാണ് H1N1. പക്ഷെ ഇടയിൽ കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് ഈ രോഗത്തിന്റെ പ്രഭാവം കുറച്ചു കാലത്തേക്ക് കുറവായിരുന്നു. പക്ഷെ കോവിഡ് പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങൾ തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഒട്ടേറെ ആളുകൾക്ക് H1N1 വ്യാപിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ H1N1 വളരെ കാര്യമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജലദോഷപ്പനിയായിട്ട് ആളുകൾക്ക് വരുന്നതിൽ ചെറിയൊരു ശതമാനം H1N1 തന്നെ ആകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് തീർച്ചയായിട്ടും ഈ രോഗം, പ്രത്യേകിച്ച് വായുവിലൂടെ പകരുന്ന COVID-19 ഉൾപ്പെടെ H1N1 ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതൽ സ്വീകരിക്കേണ്ട ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡോക്ടർ, H1N1 എന്നത് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഒരു രോഗത്തെ തടയുവാൻ നമ്മൾ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? H1N1 അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ ഏത് രീതിയിലാണ് തടഞ്ഞു നിർത്താനായിട്ട് കഴിയുക എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. അതായത് രോഗം വന്നിട്ടുള്ള ഒരാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഈ വായുവിലൂടെ ഈ രോഗാണുക്കൾ പുറത്തേക്ക് പോവുകയും രോഗം ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിൽ കയറിക്കൂടുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ രോഗം പകരുക. ഇപ്പൊ പൂർണ്ണമായിട്ടും H1N1 പോലെയുള്ള രോഗം അത് രോഗിയായിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്താനും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം, ഈ സമയത്ത് പനി, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ കഴിയുന്നത് വീട്ടിൽ തന്നെ ഇരിക്കുക, വിശ്രമിക്കുക. കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. അതിനപ്പുറം അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക.
മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസം കഴിയുന്നതും കുറയ്ക്കുക, മാസ്കുകൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ മാസ്കുകൾ ഉപയോഗിക്കുക, വലിയ ആൾക്കൂട്ടങ്ങൾ, പ്രത്യേകിച്ച് കല്യാണ സ്ഥലങ്ങൾ, വലിയ സമ്മേളനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊന്നും പോകാതെ ഇരിക്കുക. കൊച്ചു കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളതെങ്കിൽ അവർ തീർച്ചയായിട്ടും മാസ്കുകൾ ഉപയോഗിക്കുകയും, അല്ലെങ്കിൽ ഈ സമയത്ത് രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് കഴിയുന്നതും സ്കൂളിൽ പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. H1N1 സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു പ്രത്യേകത, ചില ആളുകളിൽ അത് കൂടുതൽ അപകട സ്വഭാവം കാണിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിലൊരു വിഭാഗം ആൾക്കാർ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോഴെങ്കിലും അപൂർവമായിട്ടെങ്കിലും അപകടകരമായേക്കാവുന്ന ഒരു രോഗമാണ് H1N1 എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ സമയത്ത് മുൻകരുതലെടുക്കണം. അവർ മറ്റുള്ളവരുമായിട്ട്, പ്രത്യേകിച്ചും രോഗം പടരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ആശുപത്രി സന്ദർശനം തുടങ്ങിയ കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കഴിയുമെങ്കിൽ അവരൊരു മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് H1N1-നെതിരെയുള്ള വാക്സിൻ സ്വീകരിക്കുന്നതും പലപ്പോഴും സഹായകരമായിരിക്കും. കേരള സർക്കാർ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കെങ്കിലും ഈ പറയുന്ന ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള വാക്സിനുകൾ സൗജന്യമായിട്ട് നൽകാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന നടത്തുകയാണ്. അത് ഉടനെ തന്നെ നിലവിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, മാസ്ക് വീണ്ടും നമ്മുടെ ഇടയിൽ സജീവമാവേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞു വന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, തിരുവനന്തപുരത്ത് നിന്നും അംബിക ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ അംബിക വേലായുധൻ, ട്രിവാൻഡ്രത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമസ്കാരം. എനിക്ക് 59 വയസ്സാണ്. ഞാൻ റെയിൽവേസിലാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് വെനസ്ഡേ തുടങ്ങിയിട്ട് എനിക്ക് നല്ല കഫും കോൾഡും ഉണ്ടായിരുന്നു. ചെറിയ ഫീവർ ഉണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ഫീവർ കൂടുകയും അപ്പം തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്തു ഡോക്ടറിനെ. അപ്പം മെഡിസിൻസ് എല്ലാം തന്നു. 5 days 6 days കഴിഞ്ഞു, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കഫും കോൾഡും മാറുന്നില്ല. സോ ഇന്നലെ എന്റെ സ്ഥിരം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു H1N1 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ H1N1 ആണെന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുമോ? നമുക്ക് ഇതിന് എത്ര നാളാണ് അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടത് നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ? അതൊക്കെ അറിയാനാണ് മാഡം. സർ, ഓക്കെ. ഒന്നാമത് ഇത് H1N1 ആണ് എന്ന് ഒരു സ്ഥിരീകരണത്തിന്റെ അർത്ഥത്തിലായിരിക്കില്ല താങ്കളുടെ ഡോക്ടർ അത് പറഞ്ഞത്. പൊതുവെ നമ്മുടെ ഡോക്ടർ അവർ കാണുന്ന മറ്റു രോഗികൾ, ഈ രോഗം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ഒരു അനുമാനമാണ് പലപ്പോഴും അതിന്റെ ഡയഗ്നോസിസ് ആയിട്ട് പറയുക. അപ്പൊ ഈ ഡോക്ടർ ഇപ്പോ കൂടുതലായിട്ട് H1N1 രോഗികളെ കാണുന്നു. നമ്മളും കൂടുതലായിട്ട് ഇപ്പൊ H1N1 രോഗികളെ കാണുന്നുണ്ട്. ജലദോഷപ്പനിക്ക് സമാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം H1N1 ആണ്. മറ്റ് ചെറിയ വൈറൽ പനികളൊക്കെ വളരെ കുറച്ച് ദിവസത്തെ രോഗലക്ഷണങ്ങൾക്ക് ശേഷം പിൻവാങ്ങുകയാണ് ചെയ്യുക. ഈ ഒരു അർത്ഥത്തിൽ താങ്കളുടെ ഡോക്ടർ പറഞ്ഞത്, ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. രക്തപരിശോധനയിലൂടെ ഇത് H1N1 ആണോ എന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് H1N1 ആണോ എന്ന് രക്തപരിശോധന നടത്തി കഴിഞ്ഞാലും തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അത് പരിശോധിക്കണമെങ്കിൽ സ്രവ പരിശോധനകൾ നടത്തണം. അതായത് തൊണ്ടയിൽ നിന്നും സ്രവം ശേഖരിച്ചതിന് ശേഷം വൈറോളജിക്കൽ പരിശോധന നടത്താവുന്ന ഒരു ലബോറട്ടറിയിൽ അയച്ചാൽ മാത്രമേ ഇത് പരിശോധിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ പരിശോധനയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് അറിഞ്ഞതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ രോഗം തീവ്രമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ ചെയ്യുകയുള്ളൂ. ഇത് താങ്കളെ സംബന്ധിച്ചിടത്തോളം 99% H1N1 രോഗബാധിതരും ഏതാണ്ട് ഒരാഴ്ചയോളം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾക്ക് എന്താണോ ഡോക്ടർ തരുന്നത് ആ മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം സാധാരണ ഒരാളിൽ ഉണ്ടാവില്ല. പക്ഷെ താങ്കള് കുറച്ച് ഈ 60 വയസ്സിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുമെങ്കിൽ, കാരണം H1N1 പോലെയുള്ള ഇൻഫ്ലുവൻസ ബാധകൾ അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള ഒരു വാക്സിൻ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. കാരണം യൂറോപ്പിലൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാ ആൾക്കാർക്കും H1N1 പോലെയുള്ള ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള വാക്സിൻ സ്വീകരിക്കാനായിട്ട് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു കൾച്ചർ അല്ല. അപ്പൊ ഈ രോഗമൊക്കെ മാറിയതിനു ശേഷം വാക്സിൻ എടുക്കുക, ഇപ്പോൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക, ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. രോഗലക്ഷണങ്ങൾ തീവ്രമാണെങ്കിൽ ഡോക്ടറെ കാണുക. H1N1 ആണോ അല്ലയോ എന്നുള്ള ആ ഒരു സാങ്കേതികത്വത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇപ്പൊ വ്യാപിക്കുന്ന രോഗം H1N1 ആയതുകൊണ്ട് താങ്കളുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞതാകാനാണ് സാധ്യത. ഓക്കെ സർ, താങ്ക് യു.
താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. രക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇൻഫ്ലുവൻസയ്ക്കെതിരെ നൽകേണ്ട വാക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും വാക്സിൻ എടുക്കേണ്ട രീതികളെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? ഇൻഫ്ലുവൻസയ്ക്കെതിരെ ഉള്ള വാക്സിനുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും സ്വീകരിക്കപ്പെടുന്ന ഒരു വാക്സിനാണ്. അത് കാരണം ഇൻഫ്ലുവൻസ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ എച്ചിന്റെ എൻ്റെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലുള്ള ഇൻഫ്ലുവൻസകളുണ്ട്. മൊത്തം ഇൻഫ്ലുവൻസകളെ ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി, ഇൻഫ്ലുവൻസ സി എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഇൻഫ്ലുവൻസ ബിയും ഇൻഫ്ലുവൻസ സിയുമാണ് വ്യാപകമായിട്ട് മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഇൻഫ്ലുവൻസ എ കൂടുതലായിട്ട് പക്ഷിമൃഗാദികളിലാണ് കാണപ്പെടുന്നത്. ഈ പക്ഷിമൃഗാദികളിൽ നിന്നും ഈ ഇൻഫ്ലുവൻസ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ വലിയ ഇൻഫ്ലുവൻസ ബാധയ്ക്കും മഹാമാരികൾക്ക്, പാൻഡമിക്കുകൾക്കും കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പക്ഷിപ്പനി ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്. കാരണം പക്ഷിപ്പനിയിൽ കാണുന്ന H5N1 എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ അത് പക്ഷികളുടെ വൈറസാണ്, മനുഷ്യന്റെ വൈറസ് അല്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഫ്ലുവൻസ എ ആണ്. അത് മനുഷ്യരിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് അത്തരത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട്. പക്ഷികളിലുള്ള വൈറസുകൾ അതിന്റെ ചില ജനിതക തന്മാത്രകളെ മനുഷ്യന്റെ വൈറസിൽ നിന്ന് സ്വീകരിക്കുകയും അത് സ്വയം മാറുകയും മനുഷ്യനിലേക്ക് കടന്നെത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. H1N1 എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ പോലും പന്നികളിൽ കാണപ്പെട്ടിരുന്ന വൈറസ് പിന്നീട് രൂപപരിണാമം സംഭവിച്ച് മനുഷ്യരിലേക്ക് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വൈൻ ഫ്ലൂ എന്ന് അതിനൊരു പേരുണ്ടായിരുന്നു. പന്നിപ്പനി എന്ന് പറഞ്ഞൊരു പേര് അതിനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയാറില്ല, H1N1 എന്ന് മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വൈറസ് ലോകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസുകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ആ വൈറസുകൾക്കെതിരെയുള്ള വാക്സിനുകൾ രൂപപ്പെടുത്തി ആ വാക്സിനുകളുടെ ഒരു കോക്ടെയിൽ അല്ലെങ്കിൽ ഒരു മിശ്രിതമാണ് മനുഷ്യർക്ക് നൽകുന്നത്. അതായത് നമ്മളൊരു ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസയ്ക്കെതിരെ മാത്രമല്ല, ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ ഇൻഫ്ലുവൻസ വൈറസുകൾക്കെതിരെയുള്ള ഒരുമിച്ചുള്ള ഒരു വാക്സിനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇൻഫ്ലുവൻസ ബാധ വളരെ കൂടുതലാണെന്നുള്ളത് കൊണ്ട് ആ പ്രദേശങ്ങളിൽ എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസ ബാധ കുറവാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇൻഫ്ലുവൻസയൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു തുടങ്ങിയത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് യൂറോപ്പ് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഇൻഫ്ലുവൻസ ബാധയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള വാക്സിൻ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തില് പ്രായാധിക്യമുള്ള ആളുകളുടെ ശതമാനം രാജ്യത്തുള്ളതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വരും. പ്രായാധിക്യമുള്ള ആളുകൾക്ക് ഇൻഫ്ലുവൻസ ബാധ ഉണ്ടായാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് ഇപ്പൊ ഭാരതത്തിന്റെ ആരോഗ്യ പോളിസി നയം അനുസരിച്ച് ഈ വാക്സിൻ സൗജന്യമായിട്ട് ഇപ്പൊ ലഭ്യമല്ല. നമ്മുടെ എല്ലാ സൗജന്യ വാക്സിനുകളും കുഞ്ഞുങ്ങൾക്കോ ഗർഭിണികൾക്കോ കൊടുക്കുന്ന വാക്സിനുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്സിൻ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ആ വാക്സിൻ സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോവുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇൻഫ്ലുവൻസ ചിലപ്പോഴൊക്കെ അപകടകരമാകുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ആളുകൾക്കെങ്കിലും വാക്സിൻ നൽകാനുള്ള, സൗജന്യമായിട്ട് വാക്സിൻ നൽകാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ. അപ്പൊ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും 60 വയസ്സിന് മുകളിലുള്ള ആളുകളും വർഷത്തിലൊരിക്കലെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ സാധാരണ പനിക്കാലമാണ്, പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് H1N1 കണ്ടുവരുന്നത്. ഈ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്കിതിനെ തിരിച്ചറിയുവാൻ സാധിക്കുമോ? പനിയുടെ ലക്ഷണങ്ങളിൽ നിന്നും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഗ്രൂപ്പിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇൻഫ്ലുവൻസ അല്ലെ കൊറോണ എന്നൊക്കെ പറയുന്ന പനികളുടെ വിഭാഗമാണെങ്കിൽ പ്രധാനമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് H1N1 വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാവുന്ന സമയത്ത് ജലദോഷത്തിന്റെ ലക്ഷണങ്ങളോടുകൂടി വരുന്ന പനി, ഇപ്പൊ ഡെങ്കിപ്പനിയിൽ ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ അത്ര കോമൺ അല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ജലദോഷത്തിന്റെ ലക്ഷണങ്ങളോട് വരുന്ന ഡെങ്കിപ്പനിയും ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന H1N1 ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും പൊതുവെ ജലദോഷത്തിന്റെ ലക്ഷണങ്ങളോട് വരികയും സാധാരണ ജലദോഷത്തിനേക്കാൾ കുറച്ച് കൂടുതൽ ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു പനിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതിന്റെ ഒരു നല്ല ശതമാനം H1N1 ആകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ചിലപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ H1N1 ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലാതെയും പ്രകടിപ്പിക്കാം. ചില സമയത്തൊക്കെ മെനിഞ്ചൈറ്റിസിന്റെ, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന പനിയുടെ, ഇപ്പോൾ പിച്ചും പേയും പറയുക, വളരെ ക്ഷീണം, ഉറക്കം, അല്ലെങ്കിൽ കുട്ടി ജന്നിയുടെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും അപൂർവമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകാം. ഈ പകർച്ചവ്യാധികളുടെ ഒരു പൊതുവായിട്ടുള്ള നിയന്ത്രണം സാധ്യമാകുന്നത് ഈ രോഗം ബാധിച്ച ആളുകൾ മറ്റുള്ളവർക്ക് രോഗം നൽകാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുക എന്നുള്ളതിലൂടെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പനിയുള്ള സമയത്ത് നമ്മളൊരു കുഞ്ഞിനെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടാൽ നമ്മുടെ കുഞ്ഞിന് മിക്കപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ കുട്ടികളിൽ നിന്നും 10-20 കുട്ടികൾക്ക് രോഗം കിട്ടും. അവരിൽ നിന്നും അവരുടെ സഹോദരങ്ങൾക്കും അവരുടെ കൂടെ കളിക്കുന്നവർക്കും രോഗം കിട്ടും. അങ്ങനെ നമ്മുടെ കുട്ടി കാരണം ഒരുപക്ഷെ 1000 പേർക്കായിരിക്കും സമൂഹത്തിൽ രോഗം വരുന്നത്. ആ 1000 പേരിൽ ഒരാളുടെ രോഗപ്രതിരോധ ശക്തി ചിലപ്പോൾ വളരെ താഴെയായിരിക്കും. അയാൾ ഇത്തരത്തിലുള്ള ഒരു രോഗത്തിലൂടെ അപകടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നത് കാരണം ചിലപ്പോൾ സംഭവിക്കുന്നത് നമ്മൾക്ക് അറിയാത്ത മറ്റൊരു സ്ഥലത്ത് അത് ഒരു അവശതയ്ക്കോ മരണത്തിനോ ആശുപത്രിവാസത്തിനോ ഒക്കെ കാരണമാകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലദോഷത്തിന്റെ ലക്ഷണങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതിരിക്കുക, നമ്മൾ ഓഫീസിൽ പോകാതിരിക്കുക, കഴിയുന്നതും നമ്മൾ വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പൊതുവിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ H1N1ന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ്. അതായത് മൂക്കൊലിപ്പ്, തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി പനിയും വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് H1N1 ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഡോക്ടർ, H1N1 മരണകാരണമാകുന്നത് എപ്പോഴാണ്? അതിന്റെ ഒരു അപകടകരമായ അവസ്ഥയെക്കുറിച്ച് വിശദമാക്കാമോ? ഇത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. H1N1 ചില ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് വരുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരാളിൽ H1N1 അപകടകരമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതിനൊരു പ്രത്യേക പാറ്റേൺ ഒന്നും നമുക്ക് കാണാൻ, ആർക്കാണ് അപകടം പറ്റുക എന്നൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അപകട സാധ്യത കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ രോഗങ്ങൾ പൊതുവെ പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് അവശതയും മരണങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും പ്രായാധിക്യമുള്ളവരുമായിരിക്കും ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അർഹിക്കുന്നത്. പക്ഷെ ആർക്കാണെങ്കിലും രോഗ തീവ്രത കൂടുതലാണെങ്കിൽ, അതായത് നമുക്ക് ജലദോഷ ലക്ഷണങ്ങളോടുകൂടി ഒരു പനി വന്നു, പക്ഷെ അതോടൊപ്പം തന്നെ വളരെ തീവ്രമായിട്ടുള്ള തളർച്ച, ബുദ്ധിമുട്ട്, ശരീരവേദന, നമുക്കാണെങ്കിൽ ഒട്ടും സുഖമില്ല, അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ, ശക്തമായിട്ടുള്ള ശ്വാസം മുട്ടൽ, അതോടൊപ്പം അതായത് നേരത്തെ ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാത്ത ആൾക്ക് തന്നെ ശക്തമായിട്ട് ശ്വാസം മുട്ടൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ARDS എന്ന് പറയും, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും. മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജന്നി, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഡിസോറിയന്റേഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അപകട സാധ്യത ഒരല്പം കൂടുതലാണ്. ചില സമയത്തൊക്കെ ഹൃദയത്തിനെയൊക്കെ ബാധിക്കാം. പക്ഷെ അതൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള സാധ്യതകളാണ്. പക്ഷെ നാട്ടിൽ മുഴുവൻ H1N1 പകരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗപകർച്ച തടയുന്നതിലൂടെ മാത്രമേ അപകട സാധ്യത കുറയ്ക്കാൻ കഴിയൂ. വ്യക്തമാണ് ഡോക്ടർ. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. H1N1നെ കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം H1N1നെ കുറിച്ച് സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ DS അനീഷാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.